മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് അത്ര നല്ല വാർത്തയൊന്നുമല്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിന് നേരെ അമേരിക്ക അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഏപ്രിൽ മാസം മുതൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തലിനെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് US സൈന്യം ഈ പുതിയ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സമാധാന ചർച്ചകളുടെ മുഖം മൂടി അണിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ചതിയുടെ തെളിവാണ്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സ്ഫോടനത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഖത്തറിൽ വെച്ച് അമേരിക്കയും ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞരും തമ്മിൽ വെടിനിർത്തൽ നീട്ടുന്നതിനെ കുറിച്ചും കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചും നിർണായക ചർച്ചകൾ നടത്തുന്ന അതേ സമയത്ത് ആ ചർച്ചകളെ വെല്ലുവിളിച്ചുകൊണ്ട് ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് നേരെ അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. സമാധാനം പറയുന്ന ട്രംപ് ചർച്ചകളെ ഇറാനു മേൽ സമ്മർദ്ദം ചെലുത്താനും അവരെ ഭയപ്പെടുത്തി കീഴടക്കാനും പറ്റിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായി മാറ്റിയിരിക്കുകയാണ്. ചർച്ചകൾക്കിടയിൽ ഇറാന്റെ നാവിക താവളങ്ങൾ ബോംബിട്ട് തകർത്തുകൊണ്ട് ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും ചോര വീഴ്ത്തുമ്പോൾ ലോകക്രമം ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ വീണ്ടും ഒരു മഹാദുരന്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്ക നേരിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് അവകാശപ്പെടുമ്പോഴും ദക്ഷിണ ഇറാനിലേക്ക് അമേരിക്ക നടത്തിയിരിക്കുന്ന മിന്നൽ ആക്രമണം അമേരിക്കയുടെ ചതിക്ക് വീണ്ടും തെളിവായി മാറുന്നു. താൽക്കാലിക വെടിനിർത്തലിനെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് US സെൻട്രൽ കമാൻഡ് ഈ പുതിയ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ചോരക്കളിയുടെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നത് മറ്റെവിടെയുമല്ല, ലോകത്തിന്റെ ജീവനരമ്പായ ഹോർമൂസ് കടലിടുക്കിൽ തന്നെയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിസൈൽ വിന്യസിച്ചുവെന്നുമാണ് അമേരിക്കയുടെ പുതിയ ആരോപണം. ഇതിനെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തുള്ള ഇറാന്റെ മിസൈൽ വിക്ഷേപണ താവളങ്ങളും യുദ്ധ കപ്പലുകളും അമേരിക്ക ബോംബിട്ട് തകർത്തു. ഇറാന്റെ 2 നാവിക കപ്പലുകൾ പൂർണ്ണമായും തകരുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയും ചെയ്ത ഈ ആക്രമണത്തിൽ 4-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള സ്വയം പ്രതിരോധം മാത്രമാണ് ഇത് എന്ന പതിവ് പോലെ വാഷിംഗ്ടൺ ഒരു നാണവുമില്ലാതെ ന്യായീകരിക്കുമ്പോൾ ലോകം കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നഗ്നമായ നുണപ്രചാരണങ്ങളാണ്. ഈ ആക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയ നാടകം നോക്കിയാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ക്രൂരമായ ചതി മനസ്സിലാക്കാൻ സാധിക്കും. USഉം ഇറാന്റെ പരമോന്നത നയതന്ത്രജ്ഞരും തമ്മിൽ വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതിനെ കുറിച്ചും ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്കായി വീണ്ടും തുറന്നുകൊടുക്കുന്നതിനെ കുറിച്ചും ഖത്തറിലെ ദോഹയിൽ വെച്ച് നിർണായക ചർച്ചകൾ നടത്തുന്ന അതേ സമയത്താണ് ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ ബോംബുകൾ വീണിരിക്കുന്നത്. ചർച്ചകളിൽ ഇറാന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനും അവരെ ഭയപ്പെടുത്തി കീഴടക്കാനും ട്രംപ് ഭരണകൂടം പയറ്റുന്ന ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് ഇത് എന്ന് ചോറുണ്ണുന്നവർക്കെല്ലാം അറിയാം. ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം സ്വന്തം പരമാധികാരം പണയം വെച്ച് ഇസ്രായേലുമായി കൈകോർക്കണമെന്ന് ട്രംപ് പുതിയൊരു കരാറിലൂടെ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇത് വെറുമൊരു സമാധാന ഉടമ്പടിയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാരമോഹവും യുദ്ധക്കൊതിയും ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നയം തന്നെയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും എപ്പോഴും ദക്ഷിണ ഇറാനെയും പ്രത്യേകിച്ച് ബന്ദർ അബ്ബാസ് മേഖലയെയും ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഊർജ ജീവനരമ്പായ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ വിപണിയിലെത്തുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 20%-ലധികവും കടന്നു പോകുന്നത് കേവലം ഏതാനും മീറ്ററുകൾ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിന്മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ പണ്ട് മുതലേയുള്ള ജിയോപൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇറാന്റെ നാവികസേനയുടെ പ്രധാന ആസ്ഥാനവും ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ താവളങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ തീരദേശത്താണ്. തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴെല്ലാം ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് പാശ്ചാത്യ രാജ്യങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നത്. ഈ പ്രതിരോധ ശേഷിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക, അതുവഴി പേർഷ്യൻ ഗൾഫിലെ എണ്ണ സമ്പത്തിന്മേൽ തങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത്തവണ ആക്രമണത്തിൽ ഇറാന്റെ 2 പ്രമുഖ ഗൈഡ്സ് മിസൈൽ കപ്പലുകളും തീരദേശ വ്യോമ പ്രതിരോധ റഡാറുകളും തകർത്തതായി അമേരിക്ക അവകാശപ്പെടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ പരമാധികാരത്തെയും അവരുടെ ആത്മവിശ്വാസത്തെയുമാണ്. നിരപരാധികളായ 4-ലധികം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ കടന്നാക്രമണം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും തെറ്റിച്ചിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവൻ ഒരു വൻ വിപത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്ത് നേട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന് ഭരണം കയ്യിലടക്കാൻ സാധിക്കുമെന്ന മോഹം ഇനിയുമുണ്ടോ? അങ്ങനെ തിരിച്ച് ഭരണം കിട്ടിയാൽ തനിക്ക് യഥേഷ്ടം ഭരിക്കാനുള്ള ഒരു നിലം ഒരുക്കുകയാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ അധികാരമോഹവും കാണിച്ചു കൂടുന്നത് അത്രയും ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. മറ്റൊരു രാജ്യത്തിന്റെ സമ്പത്തിന്മേൽ കണ്ണുവെച്ചുകൊണ്ട് അവരുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിക്കൊണ്ട് ട്രംപ് നടത്തുന്ന ഈ നീക്കം അമേരിക്കയെ വരും ദിനങ്ങളിൽ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തുടക്കം ഗൾഫ് മേഖലയിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സംരക്ഷണം തങ്ങൾ സ്വന്തമായി ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങളുടെ ചിന്താഗതികൾ മാറി തുടങ്ങിയെടുത്ത് ട്രംപിന് പിഴച്ചിട്ടുണ്ട്. ട്രംപ് എന്ന ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാരമോഹവും രാഷ്ട്രീയ അഹങ്കാരവും ഇന്ന് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. ലോകത്ത് ജനാധിപത്യം സംരക്ഷിക്കാനോ മനുഷ്യാവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാനോ അല്ല അമേരിക്കൻ സൈന്യം ഇവിടെ ബോംബുകൾ വർഷിക്കുന്നത് എന്ന് ലോക ജനതയ്ക്ക് വ്യക്തമായിരിക്കുന്നു. മറിച്ച് തന്റെ ഒടുങ്ങാത്ത സാമ്രാജ്യത്വ മോഹങ്ങൾ ദീപ്തമാക്കാനും ചരിത്രത്തിൽ സ്വന്തം പേര് എന്നും രേഖപ്പെടുത്തി വെക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ട്രംപ് ഒന്നോർത്തോളൂ, താങ്കളുടെ പേര് ഇനി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ചരിത്രത്തിൽ. പക്ഷെ അത് നല്ല രീതിയിലായിരിക്കില്ല. യുദ്ധക്കൊതിയനായ അല്ലെങ്കിൽ അധികാര വെറി പൂണ്ട ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് താങ്കളുടെ പേര് രേഖപ്പെടുത്താൻ പോകുന്നത്. ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും താങ്കൾ ഇനിയൊരു പാഠമായിരിക്കും. ഒരു മനുഷ്യൻ എങ്ങനെയാവരുത് എന്നതിന്റെ വലിയൊരു പാഠം. ഈ യുദ്ധക്കൊതിക്ക് പിന്നിൽ കൃത്യമായ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട് എന്ന് ഏതൊരു മനുഷ്യനും അറിയാം. അമേരിക്കയിലെ വൻകിട ആയുധ നിർമ്മാണ കമ്പനികളെയും ഇന്ധന ലോബികളെയും തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു അജണ്ടയ്ക്ക് പിന്നിലുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധവും അസ്ഥിരതയും ഉണ്ടായാൽ മാത്രമേ ആയുധ കച്ചവടക്കാർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമുണ്ടാക്കാൻ സാധിക്കൂ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ കാട്ടിക്കൂട്ടുന്നത് അത്രയും അവർക്ക് വേണ്ടിയാണ്. തന്റെ ആഭ്യന്തര രാഷ്ട്രീയ പരാജയങ്ങളെയും ജനരോഷത്തെയും യുദ്ധഭീതി കൊണ്ട് മൂടിവെക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിൽ ട്രംപിനുണ്ട്. സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ലോകത്തെ വിഴുങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ നയത്തെ വെറുതെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുവാൻ ഇനി നമുക്ക് സാധിക്കില്ല. മിഡിൽ ഈസ്റ്റ് ഇനിയും വെറുതെ ഇരുന്നാൽ ഈ അധികാര മോഹത്തിന് പിന്നിൽ ലോകം തന്നെ ഇല്ലാതാവും. ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ട്രംപ് എന്ന ഭരണാധികാരി ഇനി വേണമോ വേണ്ടയോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം.